മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷ സമയത്ത് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് യേശുവിൻ്റെ യാത്രകൾ, യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് ഈ വചന ശുശ്രൂഷ സമയത്ത് നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിൻ്റെ മൂവ്മെൻറ്റ്സ്, നീക്കങ്ങൾ എങ്ങനെയൊക്കെയുള്ളതായിരുന്നു? ഒന്നാമതായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എപ്പോഴും പുറകിലേക്ക് ഒരു ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് യേശുവിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് പുറകിലേക്ക് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. താൻ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് തനിക്ക് പോകാനുള്ളതെന്നും ഈശോ വ്യക്തമായി അറിഞ്ഞിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് താനെന്നും തൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്നും വ്യക്തമായി അവബോധമുണ്ടായിരുന്ന ഈശോ, ഈ വലിയ അവബോധത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തുടർന്നങ്ങോട്ട് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുന്ന ഈശോയെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുക. യേശുവിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ മോമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, താൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ചിന്തയാണ്, അല്ലെങ്കിൽ ആ മൂവ്മെൻ്റാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് മൂവ്മെൻ്റാണ്. അതോട് ചേർന്ന് പോകുന്നതാണ് ഫോർവേഡ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭാവിയെ കണ്ടുകൊണ്ട്, തനിക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു, താൻ എവിടേക്ക് പോകുന്നു എന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ്, ലക്ഷ്യം കണ്ടുകൊണ്ടുള്ളൊരു യാത്ര ഈശോയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും യേശുവിനെ പോലെ നമ്മൾ ഓരോരുത്തരും എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ.
ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് നമ്മെ സംബന്ധിച്ച് ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതോടൊപ്പം ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോൺഷ്യസ്നെസ്, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, എൻ്റെ അവസാനം എവിടെയായിരിക്കണം എന്നുള്ള വലിയ ബോധ്യം ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിനേരി പുണ്യവാൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഐ പ്രിഫർ പാരഡൈസ്. പറുദീസയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുവിനോട് ചേർന്നുകൊണ്ട് ആദ്യത്തെ 2 മൂവ്മെൻറ്റുകളും പുറകിലേക്കും മുന്നിലേക്കുമുള്ള 2 നീക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഫോർവേഡ് മൂവ്മെൻറ്റ് ആൻഡ് ബാക്ക്വേഡ് മൂവ്മെൻറ്റ്. അടുത്ത 2 മൂവ്മെൻറ്റുകൾ ഈശോ നടത്തിയത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചറിയുകയാണ്. അടുത്ത 2 മൂവ്മെൻറ്റുകൾ റൈറ്റ് വേർഡ് മൂവ്മെൻറ്റ് ആൻഡ് ലെഫ്റ്റ് വേർഡ് മൂവ്മെൻറ്റ്. റൈറ്റ് വേർഡ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ ആധികാരികതയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് ജനങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുന്നത്. നിയമജ്ഞരെ പോലെയോ മറ്റ് യഹൂദ നേതാക്കന്മാരെ പോലെയല്ല യേശു അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ അവരെ പഠിപ്പിച്ചത്. നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ അവരെ പഠിപ്പിച്ചത്. ഇതാണ് റൈറ്റ് വേർഡ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ഒരു റൈറ്റ് വേർഡ് മൂവ്മെൻറ്റ് ആൻഡ് ലെഫ്റ്റ് വേർഡ് മൂവ്മെൻറ്റ്, വലത്തോട്ടും ഇടത്തോട്ടുമുള്ള ഒരു നീക്കം. അതിന് വലത്തോട്ടുള്ള നീക്കം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ആധികാരികതയോടെയുള്ളൊരു ജീവിതത്തെ സംബന്ധിച്ചാണ്. ആധികാരികതയുള്ളൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവർക്കാണ് ആധികാരികതയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുക. ആഴമായ വിശുദ്ധിയിൽ വളരുന്ന വ്യക്തിക്കാണ് ആധികാരികമായി പഠിപ്പിക്കാനായിട്ട് സാധിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലും ആത്മപരിശോധനയ്ക്ക് വിഷയമാണ്. ആധികാരികമായി മറ്റുള്ളവരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം വിശുദ്ധിയുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. വലതുവശത്തോട്ടുള്ളൊരു നീക്കം, അതോടൊപ്പം തന്നെ ഇടതുവശത്തോട്ടുള്ളൊരു നീക്കം, ലെഫ്റ്റ് വേർഡ് മൂവ്മെൻറ്റ്. അതിനെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇമോഷണൽ മച്യൂരിറ്റിയെക്കുറിച്ചാണ്. വൈകാരികമായിട്ടുള്ള ഒരു പക്വത. ഏത് സാഹചര്യങ്ങളിലും വൈകാരികമായിട്ടുള്ള പക്വത സ്വീകരിക്കാൻ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം തിരുവചനം, ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ച്, ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം എന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന
ശിഷ്യന്മാരെ പോലും പഠിപ്പിച്ചതിന് ശേഷം, ജനക്കൂട്ടത്തെ പഠിപ്പിച്ചതിന് ശേഷം ഒട്ടനവധി പേർ അവനിൽ നിന്ന് അകന്നുപോയി എന്നാണ് തിരുവചനം പറയുന്നത്. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അവർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, പിതാവിൽ നിന്ന് വരം ലഭിച്ചിട്ടുള്ളവർക്കല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. തൻ്റെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും വിട്ടുപോയപ്പോഴും നിറഞ്ഞ മനസാന്നിധ്യത്തോടെ നിൽക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ തുടർന്ന് 67-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നത്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഒരു ഡിസൈസീവ് മോമെൻ്റ് ആണത്. വളരെ നിർണായകമായിട്ടൊരു നിമിഷം. പത്രോസ് മറുപടി കൊടുക്കുന്നുണ്ട്, ജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ. അതോടൊപ്പം യേശുവിൻ്റെ തുടർന്നുള്ള ജീവിതത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾ. 13-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്നോടുകൂടെ പെസഹ ഭക്ഷിച്ച തൻ്റെ ശിഷ്യരിൽ ഒരുവനായ യൂദസ്, യേശു അവനോട് ആവശ്യപ്പെട്ടു. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരുവൻ അവനെ വിട്ടുപോവുകയാണ്, യേശുവിനെ വിട്ടുപോവുകയാണ്. ആ സമയത്ത് പോലും തുടർന്നങ്ങോട്ട് വൈകാരികമായ രംഗങ്ങൾ ഈശോയുടെ കുരിശുമരണം വരെ നമുക്ക് കാണാവുന്നതാണ്. തനിക്ക് പ്രിയപ്പെട്ട അപ്പസ്തോല പ്രമുഖൻ തള്ളിപ്പറയുന്നു, കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ ഒറ്റിക്കൊടുക്കുന്നു, മറ്റുള്ളവരെല്ലാവരും അകന്നുപോകുന്നു. അപ്പോഴെല്ലാം വൈകാരികമായ പക്വതയോടുകൂടെ ഈശോ നിലകൊള്ളുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇമോഷണൽ മച്യൂരിറ്റി, ഒരു ലെഫ്റ്റ് വേർഡ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് ആധികാരികത നമുക്കുണ്ടാകട്ടെ, വിശുദ്ധിയിൽ നിറഞ്ഞ ഒരു ആധികാരികത. അതോടൊപ്പം വൈകാരികമായ പക്വത നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ തള്ളിപ്പറയുമ്പോഴും ഉപേക്ഷിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും യേശുവിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ടുള്ള വൈകാരികമായിട്ടുള്ളൊരു പക്വതയിലേക്ക് വളരാൻ കർത്താവ് കൃപ നൽകട്ടെ. മറ്റൊരു മൂവ്മെൻറ്റ് യേശുവിൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഒരു ഇൻവേർഡ് മൂവ്മെൻ്റാണ്. തൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിയുന്ന ഒരു മൂവ്മെൻറ്റ്. അതിനെ ഞാൻ കാണുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ക്രിയാത്മകമായ മനോഭാവം. പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഏത് സമയത്തും ക്രിയാത്മകമായ മനോഭാവം പുലർത്തുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒട്ടേറെ ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ബഥാനിയായിൽ
ലാസർ താമസിച്ചിരുന്ന ഭവനത്തിലേക്ക് ഭക്ഷണത്തിനായി ഈശോ എത്തുന്നു. അവിടെ മറിയം വിലയേറിയതും ശുദ്ധവുമായൊരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. ആ തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് ചോദിക്കുന്നു, ഇതെന്തൊരു പാഴ്ചെലവാണിത്? ഇത്രയും വിലയേറിയ സുഗന്ധ ദ്രവ്യം വെറുതെ പാഴാക്കി കളയുന്നു. അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ? അവിടെ വളരെ ക്രിയാത്മകമായ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പ്രദർശിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒട്ടനവധി സാഹചര്യങ്ങളിൽ ഈശോയുടെ ഒരു ഇൻവേർഡ് മൂവ്മെൻറ്റ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും സുവിശേഷത്തിലുടനീളം. മറ്റൊരു മൂവ്മെൻ്റാണ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ്. ഫലങ്ങൾ ചൂടി നിൽക്കാൻ ആവശ്യപ്പെടുന്ന ഈശോ എപ്പോഴും ഫലങ്ങൾ ചൂടി നിൽക്കണമെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നത്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ, ഫലസമൃദ്ധമാകണമെങ്കിൽ ഈശോ നമ്മിൽ വസിക്കണമെന്നും ഈശോയോട് കൂടെ ചേർന്ന് നിന്നാൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്നും ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. ഒരു ഇൻവേർഡ് മൂവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഈശോയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റ് 2 മൂവ്മെൻറ്റുകൾ ഇപ്രകാരമാണ്: അപ്വേർഡ് മൂവ്മെൻറ്റ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. എന്താണ് അപ്വേർഡ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധാരണ ജീവിത സാഹചര്യങ്ങളെ അതിലംഘിക്കുന്ന, അതിശയിക്കുന്ന മനോഭാവങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്വേർഡ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈശോ തൻ്റെ ജീവിതത്തിൽ അതും പ്രായോഗികമാക്കി എന്ന് നമുക്ക് കാണാവുന്നതേയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. യേശു സമരിയ പട്ടണത്തിലേക്ക് ചെന്നുകൊണ്ട് സമരിയാക്കാരിയോട് സംസാരിക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ യേശുവിൻ്റെ സംഭാഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമരിയാക്കാരിയെ സ്വന്തമാക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മനുഷ്യനിർമ്മിതമായ വേലിക്കെട്ടുകൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു ദൈവികമായ കാഴ്ചപ്പാടിലൂടെ ഈശോ സമരിയാക്കാരിയെ നേടിയെടുക്കുന്നത്. യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും അവരുടെ ആരാധനാ സ്ഥലങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് എന്നും യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് സൂചന നൽകുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിലംഘിക്കുന്ന, അതിശയിക്കുന്ന ജീവിതശൈലിയാണ് കർത്താവ് നമ്മുടെ മുന്നിലേക്ക് വെച്ചു തരുന്നത്. അവസാനമായി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. എന്താണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
വളരെ എളിമയുള്ള മനോഭാവത്തോടു കൂടെയുള്ള ഒരു ജീവിതശൈലി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം തിരുവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പറവുകൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. വളരെ വിനീതനായി എളിമയുള്ള മനോഭാവത്തോടുകൂടെ കടന്നു വരുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നീക്കങ്ങൾ, യേശുവിൻ്റെ മൂവ്മെൻറ്റ്സ് ഇൻ ദ ബൈബിൾ ഈ രീതിയിൽ കൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പരിശോധിച്ചറിയുന്നത് നല്ലതാണ്. ഒരു ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്, ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ്, ഒരു റൈറ്റ് വേർഡ് മൂവ്മെൻറ്റ്, ഒരു ലെഫ്റ്റ് വേർഡ് മൂവ്മെൻറ്റ്, ഒരു ഇൻവേർഡ് മൂവ്മെൻറ്റ്, ഒരു ഔട്ട്വേർഡ് മൂവ്മെൻറ്റ്, ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്, അവസാനമായി ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. നമുക്ക് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ നടന്നു നീങ്ങിയതുപോലെ ഈശോയുടെ മനോഭാവം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒരുക്കി തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.